ഇതുവരെ വ്യക്തത വന്നില്ലേ? അല്ല, അതിൽ ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി സഹായം ആവശ്യമുണ്ട്. അഞ്ചാറ് വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റുള്ള ആളാണ്. ഇത് ഒരാളെ ഉള്ളോ? ഹരികുമാർ മാത്രമേ? അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇന്നൊരു ജോത്സ്യനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും പങ്കുണ്ടോ? അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ ഓർത്തില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ആൾ മാനസികമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ FSL എക്സാമിനേഷനും കൂടി റിസൾട്ടും കൂടി വന്നതിന് ശേഷമേ അതിൻ്റെ വ്യക്തത വരാൻ പറ്റുള്ളൂ. അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. സാറേ, ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണോ? അല്ലല്ല, അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് 24 hour ഇവരൊക്കെ കയ്യിലുണ്ട്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്, എന്നിട്ട് സാധാരണ അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലാവണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ അമ്മ ഇപ്പം അല്ല, അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ 2 ആഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നവർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി വിളിപ്പിച്ചതാണ്. 30 ലക്ഷം തട്ടി. അതെ, അതിൽ കുറേ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല, അതിൽ അങ്ങനെ ആ പരാതി 2 ആഴ്ച മുമ്പ് വന്നതാണ്. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വന്നുള്ള പരാതിയാണ്. അല്ല, അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. 36 ലക്ഷം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല. അല്ല, അത് മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. നിങ്ങൾ അന്വേഷണം അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ? അവരിപ്പോൾ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാൻ സാധിക്കും. അല്ല, ഇന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും വിളിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഇതിൻ്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിൻ്റെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അത് ഇപ്പോൾ അവരെ ചോദിക്കണം വിശദമായിട്ട്. അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത്. പല ആളുകളും അവരുടെ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം, അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കണം. അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാവുള്ളൂ. അല്ല, അങ്ങനെയില്ല. അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞത് വ്യക്തി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഹരികുമാറിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞായിട്ട്. അല്ല, അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാൽ ഇതിൽ കാര്യമില്ല, അങ്ങനെ പറയാനും പാടില്ല. അല്ല, അത് അങ്ങനത്തെ അല്ല. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം സമയം എടുക്കണം. അവർ പറയുന്നത് ഒരു 6-7 വർഷമായിട്ടുണ്ടെന്ന് പറയുന്നു. ഹരികുമാർ മാത്രമല്ല, അമ്മയും പറയുന്നുണ്ടല്ലോ. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, അതോ അല്ല, അതിൻ്റെ ഇപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ട് ചോദിക്കണ്ടേ? അതിന് ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കണം. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കണം. അല്പം അയാൾ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്.
അല്ല, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല സാർ, ഇതിനകത്ത് പ്രശ്നം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അല്ല സാറേ, ഇതിനകത്ത് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ പോലീസിൻ്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് ഈ പ്രതിയുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട്. എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം പ്രാഥമികമായിട്ട് അയാളെ സംസാരിക്കുന്ന സമയത്ത് അയാളൊരു നോർമലല്ല. അങ്ങനെ തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ നോക്കണം, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു എന്തായിരുന്നുള്ളത്. അല്ല, ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല മൊഴികളും വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മയ്ക്കെതിരെ ഭർത്താവ് ശ്രീധുവിന്റെ മൊഴി എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം, അവർക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീധുവിനെതിരായി? ഇല്ല, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഈ സ്റ്റേജിൽ. ഭർത്താവ് ഇതിനകത്ത് ഇന്നസെന്റ് അല്ലേ? അങ്ങനെ അതിലേക്ക് അത് അല്ല, ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബാലരാമപുരത്തെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഹരികുമാർ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നുള്ളതിലേക്ക് ഏറെക്കുറെ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിന് പിന്നിലുള്ള മോട്ടീവ് എന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന തരത്തിലേക്ക് കുടുംബം പറയുന്നുണ്ട്. ഇയാൾ സംസാരിക്കുമ്പോൾ അവ്യക്തതയുണ്ട്, പല സമയത്തും മാറ്റി മാറ്റി പറയുന്നുണ്ട്, പല മൊഴികൾ നൽകുന്നു. ഇതൊക്കെ പോലീസിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളതിൽ ഈ നിലവിൽ സ്ഥിരീകരണമില്ല. അത് വൈദ്യശാസ്ത്രപരമായി അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സ്ഥിരീകരിക്കേണ്ടതാണ്. അങ്ങനെയൊന്നിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പോലീസ് പറയുകയാണ്. ഇയാൾ തന്നെയാണ് ഈ കൃത്യം നടത്തിയത്, പക്ഷേ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി എന്നതിൽ വ്യക്തതയില്ല. മറ്റൊന്ന്, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെയുള്ളത്, അത്തരം കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലേക്കൊന്നും ഈ ഘട്ടത്തിൽ എത്തിച്ചേരാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. SP ആണ്, S സുദർശനാണ് സംസാരിച്ചത്.